ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇത് ഇത് താലോലിയാണ്, താലോലിക്കുരുവാണ്. ഇത് നടാനാണ് ഞാനിപ്പം നടാനായി ഇപ്പം കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് വേഗിൽ നടാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തെല്ലാം അതിൽ ചേർക്കുന്നത് വെച്ചാൽ, ആദ്യം ഇതിൻ്റെ അടിയിൽ 2 ചേരി വെക്കും. ഇങ്ങനെ ഇതേപോലെ ചേരി അടിയിൽ ഇങ്ങനെ വെക്കും. എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചേരി കമിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ 2 ചേരി ഇങ്ങനെ കമിച്ച് വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കൂല, ഇത് വെള്ളം താണു പോയിക്കോളും അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എന്താ വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതെന്നാ എടുക്കുന്നത്, ഈ വാഴേൻ്റെ ഇല ഇങ്ങനെ കൂടുതല വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ തിരിച്ച് വെക്കുന്നു. കണ്ടില്ലേ, ഇതേപോലെ ഇതൊന്നും കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ശേഷം ഈ കാടും വാരിയിട്ടെ, ഈ കാടുണ്ട്, ഈ കാടും ഈ വാഴത്തടി എല്ലാം കൂടി ഉണ്ട്. ഇതിൽ വാഴത്തടി ഉണ്ട്, കാടുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടിയാണ് ഇതിടുന്നത്. ഇന്നത്തേതെല്ലാം കൂടിയാണ് ഇതെല്ലാം കൂടി ഇരുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇരുന്ന് നടുന്നത്. ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മുറ്റത്തിൻ്റെ ഒരുപാട് വയക്കി കൊണ്ടിട്ട് അതെല്ലാം കൂടി ഒഴിവാക്കട്ടെ. എന്നിട്ട് ഇത് നമുക്ക് ഇതിനകത്തിട്ട് നടാമല്ലോ. വാഴത്തടിയുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. പൊന്നാങ്കണ്ണീൻ്റെ ചപ്പുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇത് ഒരുക്കാം. ഇതും കൂടി ഇടാം. നട്ടിട്ട് ഇതിൻ്റെ അകത്താണ് താലോരി നടാൻ പോകുന്നത്. താലോരി നിങ്ങൾ പീച്ചിങ്ങാന്ന് എന്തോ പറയാമെന്നറിയില്ല. അത് എന്നാലും നമ്മളിവിടെ താലോരി എന്നാ പറയാം. പീച്ചിങ്ങാന്നോ പൊട്ടിക്കാന്നോ എന്തൊക്കെയോ പറയുന്നു കേട്ടോ. നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല. നമ്മളിവിടെ താലോരി എന്നാ പറയുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇട്ടു. ഇനിയിപ്പോൾ കുറച്ച് സീമക്കൊന്നേരെ ചപ്പ്, സീമക്കൊന്ന ചേർത്തത് കുറഞ്ഞു പോയി, ഒരുപാട് ഇട്ടൂലേ. ഇനിയിപ്പം അതേപോലെ ആവണത്രേ. ഇപ്പം കുറച്ച് കുറവാണ്. ഞാടെ ദേശം പോയി കൊത്തിക്കൊണ്ടുവരാനുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് സീമക്കൊന്നി ഇട്ടു, ഒരുപാട് ഇടാനില്ല. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഇത് വാരിയിടാനാണ്. ഈ സീമക്കൊന്നേൻ്റെ ഇത് കണ്ടില്ലേ, ഇതാണ് ഇനി വാരി ഇടുന്നത്. ഇപ്പോൾ പോട്ടി മിശ്രിതാണ് ഇപ്പം വാരി ഇടാൻ പോകുന്നത്. ഉണ്ടല്ലോ, ഇതേപോലെ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതിൽ വാരി ഇട്ടിട്ട് നിറച്ചിട്ട് എല്ലാം ഒരുപോലെ നിറച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് നടുന്നത്. ഇതിപ്പോൾ മറ്റേത് ഉണങ്ങിപ്പോയി, തീർന്നു. കുറേശ്ശെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇനി അത് കളഞ്ഞിട്ട് നമുക്ക് പുതിയത് നടണം. പുതിയത് നട്ടാലേ നമുക്ക് ഇനിയിപ്പം മഴ പെയ്യുന്നവരെ കറി വെക്കാൻ കിട്ടും, ഇപ്പം നട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാനിപ്പം നടുന്നത്. ഇപ്പം കണ്ടില്ലേ, ഇനിയിപ്പം ഇത് കൂടി ഒന്ന് നമുക്ക് നടാലോ. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 3 കുരുവാണ് നടുന്നത്. പൊടിച്ചിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് 3 കുരു നടുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ എടുക്കുന്ന 3 കുരുവാണ് ഇപ്പോൾ എടുത്ത് നടുന്നത്. ഈ ഹൈബ്രിഡ് കുരുവാണ്. ഇതാകുമ്പോൾ നല്ലോണം കായ് ഉണ്ടാവും. അതാണ് ഒന്ന് ഇവിടെ നട്ടു 3 ഭാഗത്തേക്കാക്കിയിട്ട് 3 എണ്ണം നടും. കണ്ടില്ലേ, ഇതേപോലെ. ആകുമ്പോൾ ഇനിയിപ്പോൾ താകുമ്പോൾ ഇതായിപ്പോണ്ട, അതുകൊണ്ടാണ് അങ്ങനെ നടുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് കൂടി ഒന്ന് നട്ടെ. ഇതുകൂടി കാണിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ നട്ടിട്ടാകുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതേപോലെ ഇതെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കമിച്ചിട്ട് വെക്കുക. കമിച്ചിട്ട് വെക്കുന്നത് എന്തിനാ വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഇതെല്ലാം വെള്ളം ഇങ്ങനെ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങ് നിലത്തേക്ക് അങ്ങ് പോയിക്കൂടാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് കെട്ടി നിൽക്കൂല. അതിന് വേണ്ടിയിട്ടാണ്. അമർന്ന് പോയെങ്കിൽ പിന്നെ വിഷമമാണ്. പിന്നെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ആക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ചേരി കൂടി എടുത്ത് വെച്ചിട്ടുള്ളത്. ചേരിയെല്ലാം വളമായിട്ട് വരുമല്ലോ വലിയ ഭാവിയിൽ. അതാണ് അങ്ങനെ പൊതിരട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിതിവിടെ ആക്കുന്നത്. ഇത് നമുക്ക് നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓരോന്നായിട്ട് നടുന്നേനെ നിങ്ങൾക്ക് നട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും.
നിങ്ങൾ ഇതുപോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിളവെടുക്കാൻ കഴിയും. അതുകൊണ്ട് ആരും മടിച്ച് നിൽക്കാതെ എല്ലാവരും ഒരു 5 ബാഗ് നടാനുള്ള വട്ടം നോക്കിക്കോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ കുറച്ച് ഇതും കൂടി വാരിയിട്ട് ഇത് കണ്ടില്ലേ, ഇത് എല്ലാ കാടും ഉണ്ടേ. പൊന്നാങ്കണ്ണി മുതൽ പിടിച്ചിട്ട് എല്ലാ കാടും ഉണ്ട്. ഇതും കൂടി നട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് മറ്റേ നട്ടിട്ടാകുമ്പോൾ കാണിച്ചു തരാം. എല്ലാം കൂടി നട്ടിട്ട് ഇവിടെ കണ്ടില്ലേ. ഇനി ഇപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് സീമക്കൊന്നയും കൂടി ഇട്ടേ. കുറച്ച് സീമക്കൊന്ന കുറവാണ് ഇപ്രാവശ്യം, എന്നാലും ഇടാനുണ്ട്. കുറേശ്ശെ ഇടാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വിട്ട് കൊടുക്കാമല്ലേ, അപ്പോഴേക്ക് തേക്ക് വരും. ഇപ്പം കൊത്തിയതെല്ലാം തേക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കൊത്താനുണ്ടാവും. ഉണ്ടല്ലേ. ഇനി ഇപ്പം ഇതിൻ്റെ അകത്ത് ഇത് ഞാൻ ഭാര്യ ഇട്ടേ. ഇല്ലേ, ഇതേപോലെ നിറച്ചിട്ടാണ് നമ്മൾ നടുന്നത്. അപ്പോൾ ഞാൻ 5 എണ്ണത്തിലാണ് നടുന്നത്. ഉണ്ടല്ലേ. ഇത് നല്ലൊരു പരിപാടിയാണ്. നിങ്ങളിതെല്ലാം നോക്കി നട്ട് നോക്ക്. നിങ്ങൾക്ക് നല്ലോണം വിളവെടുക്കാൻ പറ്റും. ഞാൻ ചെയ്യും പോലെ നിങ്ങൾ ഓരോരോ പണി ഞാൻ എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്യണം. പക്ഷേ ഇതിന് അത്യാവശ്യം നിങ്ങൾക്ക് എന്നാ വേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ ഒരു പച്ചക്കറി കൃഷി ചെയ്യാൻ പോകുമ്പോൾ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, കുറച്ച് ആട്ടും കാഷ്ടം, അത് 3 എണ്ണം നമ്മൾ കരുതണം. പിന്നെ അത് 3 നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട്. ഇല്ലെങ്കിൽ പിന്നെ ആട്ടും കാഷ്ടം ഇല്ലെങ്കിൽ കാലിവളായാലും മതി. അതെന്തെങ്കിലും ഒന്ന് വേണം. പിന്നെ 2 എണ്ണം നട്ടു. കണ്ടില്ലേ, ഇതേപോലെ നട്ടു. ഇനിയിപ്പോൾ ഞാൻ തേച്ച് നട്ടിട്ട് നോക്കി കാണിച്ചു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിൽ നട്ട് 3 എണ്ണം ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 3 എണ്ണം ഇവിടെ നട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് നട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ നടുക. അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത് ചെയ്യാം. ഒരു എടുക്കുന്ന പണി ഓരോന്നും പൊടിച്ച് വന്നിട്ടാകുമ്പോൾ ബാക്കിയുള്ള പണിയിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയിട്ട് വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പിന്നെ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.